നമസ്കാരം. അനന്തവും അജ്ഞാതവുമായ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയിൽ നാസയുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വീണ്ടും ഒരു വിസ്മയം കൂടി പകർത്തിയിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് 1000ഓളം പ്രകാശവർഷം അകലെ സിഗ്നസ് എന്ന നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന എഗ് നെബുലയുടെ അതിമനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. നക്ഷത്രങ്ങളുടെ ജനനവും മരണവും പ്രപഞ്ചത്തിൻ്റെ പരിണാമ പ്രക്രിയയിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പുതിയ കണ്ടെത്തൽ. ഒരു പ്രീ പ്ലാനറ്ററി നെബുല അഥവാ നക്ഷത്രങ്ങളുടെ മരണത്തിന് തൊട്ട് മുൻപുള്ള ഘട്ടത്തിലാണ് ഈ ആകാശ വിസ്മയം നിലകൊള്ളുന്നത്. നക്ഷത്രങ്ങളുടെ പരിണാമദശയിൽ ഏറ്റവും അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒന്നാണ് പ്രീ പ്ലാനറ്ററി നെബുലകൾ. സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രം അതിൻ്റെ ആയുസ്സിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ പുറംപാടുകൾ അടർത്തി മാറ്റുകയും ആ വാതകങ്ങളും പൊടിപടലങ്ങളും ബഹിരാകാശത്ത് ഒരു മേഘം പോലെ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ രൂപം കൊണ്ട എഗ് നെബുലയ്ക്ക് ആ പേര് ലഭിക്കുവാൻ കാരണം അതിൻ്റെ സവിശേഷമായ ആകൃതിയാണ്. ഹബിൾ പകർത്തിയ ചിത്രത്തിൽ ഒരു മുട്ടയുടെ മഞ്ഞക്കരുവിനെ ആവരണം ചെയ്തിരിക്കുന്ന വെള്ളക്കരു പോലെയാണ് ഈ നെബുല കാണപ്പെടുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്തുള്ള കറുത്ത പൊടിപടലങ്ങൾ നക്ഷത്രത്തെ പൂർണ്ണമായും മറച്ചിരിക്കുകയാണ്. എന്നാൽ ഈ തടസ്സങ്ങൾക്കിടയിലുള്ള ചെറിയ വിടവുകളിലൂടെ അതിശക്തമായ പ്രകാശകിരണങ്ങൾ പുറത്തേക്ക് പ്രവഹിക്കുന്നത് കാണാം. ഇത് പ്രപഞ്ചത്തിൻ്റെ ഇരുട്ടിൽ തെളിയുന്ന ഒരു വിളക്കുമാടം പോലെ തോന്നിക്കുന്നു. സാധാരണയായി നക്ഷത്രങ്ങൾ മരിക്കുമ്പോൾ സംഭവിക്കുന്ന സൂപ്പർനോവ സ്ഫോടനങ്ങൾ പോലെ ക്രമരഹിതമായ ഒന്നല്ല എഗ് നെബുലയിൽ നടക്കുന്നത്. പകരം വളരെ കൃത്യമായ ഇടവേളകളിൽ നടന്ന സങ്കീർണമായ പ്രക്രിയകളിലൂടെയാണ് ഇതിൻ്റെ മനോഹരമായ വലയങ്ങളും ദളങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി ആ നക്ഷത്രത്തിൻ്റെ ഉൾക്കാമ്പിൽ നടന്ന മാറ്റങ്ങളാണ് ഈ സമമിതിയുള്ള ഘടനയുടെ പിന്നിലുള്ള രഹസ്യം. ഇത്തരം വൃദ്ധനക്ഷത്രങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കാർബൺ സമ്പുഷ്ടമായ പൊടിപടലങ്ങളാണ് ഭാവിയിൽ പുതിയ നക്ഷത്ര സമൂഹങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ജന്മം നൽകുന്നത്. ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയും സൗരയൂഥവും രൂപപ്പെട്ടത് സമാനമായ പ്രക്രിയയിലൂടെയാണെന്ന് ചിന്തിക്കുമ്പോൾ ഈ കണ്ടെത്തലിന് വലിയ ശാസ്ത്രീയ പ്രാധാന്യമുണ്ട്. ഹബിൾ ടെലസ്കോപ്പിൻ്റെ അസാധാരണമായ വ്യക്തതയും സൂക്ഷ്മതയും കാരണമാണ് ഇത്രയും ദൂരെയുള്ള ഒരു പ്രതിഭാസത്തെ ഇത്ര വിശദമായി നിരീക്ഷിക്കുവാൻ സാധിച്ചത്. പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളുടെ പുനരുൽപ്പാദനം എങ്ങനെ നടക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ എഗ് നെബുല ശാസ്ത്രജ്ഞർക്ക് വലിയൊരു ലബോറട്ടറിയായി മാറിയിരിക്കുകയാണ്. ജന്മമെടുത്ത ഓരോ നക്ഷത്രവും അതിൻ്റെ അന്ത്യഘട്ടത്തിൽ പ്രപഞ്ചത്തിലേക്ക് ജീവൻ്റെയും പുതിയ ഗ്രഹങ്ങളുടെയും വിത്തുകൾ എറിഞ്ഞാണ് ഇല്ലാതാക്കുന്നത് എന്ന വലിയ സത്യമാണ് ഹബിൾ പകർത്തിയ ഈ ചിത്രം നമ്മോട് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ പുരോഗതി മനുഷ്യനെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ബഹിരാകാശ മുട്ട. വെബ് ഡെസ്ക് തത്വമൈ TV.